ജെറൂസലം വാളിലെ ജാഫ ഗേറ്റിലൂടെ കടന്നാൽ നമുക്ക് ഹോളി സെപ്പൽക്കറിലേക്ക് എത്താൻ സാധിക്കും. അവിടെ ചർച്ചുണ്ട്. അതിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തുവിനെ, ജീസസ് ക്രൈസ്റ്റിനെ കുരിശിലേറ്റിയ പ്രദേശമാണത്. കുരിശിലേറ്റിയതിന് ശേഷം അവിടെയുള്ള ഒരു തറയിൽ അദ്ദേഹത്തെ കിടത്തി, അതിനുശേഷം അവിടെയുള്ള കല്ലറയിൽ അടക്കി എന്നതാണ് ബൈബിൾ അഥവാ ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ പ്രദേശത്തേക്കാണ്, ആ പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന് പറയപ്പെടുന്ന ആ പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ പള്ളിയുടെ പേരാണ് ഹോളി സെപ്പൽക്കർ. ആ പള്ളിയുടെ കോമ്പൗണ്ടാണ് ഇത്. അതിൻ്റെ വെളിയിൽ കാണുന്ന സ്ഥലങ്ങളാണ് ഇത്. കണ്ടില്ലേ, ഇതിൻ്റെ എവിടെയും ഒരു മുകളിലൊരു താഴികക്കുടമുണ്ട്. പിന്നെ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ വിശ്വാസികൾ സമ്മേളിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവേശന കവാടമാണിത്. ഇതാണ് പ്രവേശന കവാടം. ഈ പ്രവേശന കവാടം നിയന്ത്രിക്കുന്നത് 2 മുസ്ലിം ഫാമിലികളാണ്. രാത്രി ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ ഇത് പൂട്ടുക 2 അറബ് മുസ്ലിം കുടുംബക്കാരാണ്. അത് പണ്ട് ഖലീഫ ഉമർ മസ്ജിദുൽ ഖുദ്സ് അഥവാ ബൈത്തുൽ മുഖദ്ദസ് ജെറൂസലം ഈ പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ ഭരണത്തിന് കീഴിൽ വന്നപ്പോൾ ആ സമയത്ത് ക്രിസ്ത്യാനികൾക്ക് അവർക്കുള്ള ആചാരങ്ങളും അവകാശങ്ങളും വകവെച്ച് കൊടുത്തിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. ആരാധനാപരമായി വിശ്വാസപരമായിട്ട് എല്ലാ സൗകര്യങ്ങളും എഴുതി കൊടുത്ത ഒരു കരാറായിരുന്നു ഇവിടത്തുണ്ടായിരുന്ന ക്രൈസ്തവ പാതിരിയും അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതനും ഉമർ ബിൻ ഖത്താബും തമ്മിലുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ക്ലോസിങ് ആൻഡ് ഓപ്പണിങ് രണ്ടും ഓരോ അറബ് മുസ്ലിം ഫാമിലിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അത് അന്ന് അന്ന് തീരുമാനിച്ചത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2 അറബി ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഇവിടെ വരും. അവർ രാവിലെ ഓപ്പൺ ചെയ്യും, രാത്രി അവർ തന്നെ ക്ലോസ് ചെയ്യും. യേശുവിനെ കുരിശിലേറ്റി എന്ന് പറയുന്ന ഗാഗുൽത്ത മലയിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. നല്ല തിരക്കുണ്ട്. അവിടെ പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കുണ്ട് ഇവിടെ. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്നുണ്ട്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ പ്രാർത്ഥന കഴിഞ്ഞ് ആളുകൾ ലൈനായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട്. കണ്ടില്ല, താഴെയാണ്. ഇവിടുന്ന് താഴെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് യേശുവിനെ കുരിശിലേറ്റിയതിന് ശേഷം കിടത്തിയ സ്ഥലം. നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ പ്രാർത്ഥന, അവരുടെ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ യേശുവിനെ കുരിശിലേറ്റിയതിന് ശേഷം കിടത്തിയ ഈ സ്ഥലമാണ് ഇവിടെ. കണ്ടില്ലേ, പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബൈബിളോ മറ്റോ കയ്യിൽ വെച്ചിട്ട് അവരുടെ രീതിയിലുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ചടങ്ങുകളും കണ്ടില്ല. നമ്മൾ ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പുരോഹിതന്മാർ, ബിഷപ്പുമാരൊക്കെ കണ്ടില്ല, അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കും അവിടെ കത്തിച്ച് വെക്കാം. വളരെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഒന്നുകൂടി കാണാം. ജീസസ് ക്രൈസ്റ്റിനെ, യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയതിനു ശേഷം കിടത്തി എന്ന് പറയുന്ന
അവരുടെ വിശ്വാസ പ്രകാരം അവർ ഈ കയ്യിലുള്ള മതപരമായിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഇതിൻ്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. നമ്മൾ കാൽവരി കുന്നിൻ്റെ മുകളിലാണ് ഉള്ളത്. കാൽവരി കുന്നിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഉണ്ടല്ലേ, ഇതിൻ്റെ ചുമര്, ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം. നേരെ യേശുവിനെ കിടത്തിയ ആ സ്ഥലത്തിൻ്റെ നേരെ മുകൾ ഭാഗമാണ് ഇത്. കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള പ്രാർത്ഥന ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പ്രദേശങ്ങളൊക്കെയാണ് ഇവിടെ പലരും സുജൂദിൽ വീഴുന്ന പോലെ സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആളുകൾ പോകുന്നുണ്ട്. ഇവിടെ സംഭാവന പെട്ടിയുണ്ട്. കന്യകാമറിയത്തിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. കന്യകാമറിയമല്ല, 2 ആളുകളുടെ ഫോട്ടോ കാണുന്നുണ്ട്. ക്രൈസ്തവ ക്ഷേത്രപ്രകാരം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 2 ആളുകൾ. അതിന് തൊട്ട് നടുവിലാണ് യേശു കുരിശിലെത്തിയ രൂപം കാണാൻ സാധിക്കുന്നത്. കണ്ടില്ല, യേശുവിനെ കുരിശിലെത്തിയ രൂപം. യേശുവിനെ കുരിശിലെത്തുന്ന സമയത്ത് അദ്ദേഹം അവസാനമായി പറഞ്ഞിരുന്നത് ഏലി ഏലി ലാമ സബസ്താനി എന്നായിരുന്നു. ഏലി ഏലി ലാമ സബസ്താനി എന്നാണ് അദ്ദേഹം പറഞ്ഞു. പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു. നമ്മൾ കാൽവരി കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവർ ക്രിസ്ത്യ വിശ്വാസികൾ ഈ കല്ലിൻ്റെ മുകളിൽ മേൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിനെ പ്രണമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തൊട്ട് വന്ദിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ല, ഇവിടെയാണ് അത്. വളരെ വിശുദ്ധമായി കാണുന്ന കരുതുന്ന സ്ഥലമാണ് ഈ പ്രദേശം. നേരത്തെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയതിനു ശേഷം ഇവിടെയാണ് കിടത്തിയത്. യേശു ക്രിസ്തുവിൻ്റെ അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത് കുരിശ് മരണത്തോടെ ഏകദേശം 6 മണിക്കൂർ നീണ്ടുനിന്ന കഠിനമായ വേദനകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച ഗോകുൽത്ത മലയിൽ, അതാണ് ഗോകുൽത്ത മലയിൽ സംഭവിച്ചത്. ഉച്ച മുതൽ 3 മണി വരെ ഇവിടെ ഇരുട്ട് പരക്കുകയായിരുന്നു. എന്നിട്ട് യേശു ചോദിക്കുന്നുണ്ട് ദൈവത്തോട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തിന് എന്നെ കൈവിട്ടു? എന്നിട്ട് തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് യേശു മരണം വരിച്ചു എന്നാണ് ക്രൈസ്തവ വിശ്വാസം. നേരത്തെ പറഞ്ഞതുപോലെ യേശു മരിച്ചതിന് ശേഷം ഭൂകമ്പമുണ്ടായെന്നും പിന്നെ ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറുകയും ചെയ്തെന്നും ശ്മശാനങ്ങൾ തുറക്കപ്പെട്ടുവെന്നും പറയുന്നു. ഉച്ച മുതൽ വൈകിട്ട് വരെ ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചതായിട്ടും പറയപ്പെടുന്നു. യേശുവിൻ്റെ മരണത്തിലെ അത്ഭുതങ്ങൾ കണ്ട് സോൾജിയേഴ്സ് യേശു സത്യമായും ദൈവപുത്രനാണെന്ന് സമ്മതിക്കുകയും ചെയ്തതായിട്ട് ബൈബിളിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ യേശുവിൻ്റെ മരണം എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസപ്രകാരം പാപമോചനത്തിനുള്ള ഒരു യാഗമായിട്ട് മനുഷ്യരുടെ കുറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു ക്രിസ്തു സ്വയം തൻ്റെ ജീവിതം സമർപ്പിച്ചത്, കുരിശിലേറിയത് എന്നൊക്കെയാണ്
ക്രൈസ്തവ വിശ്വാസം. ഇത് കണ്ടില്ല, ഇവിടെ ആർക്കും മെഴുകുതിരി കത്തിച്ച് വെക്കാം. ഇതിൻ്റെ സമീപത്തുള്ള സ്ഥലങ്ങളാണ് ഇത്. ഇവിടെയും ആ യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്നതിൻ്റെ ഒരു ചിത്രം കാണാം, ഒരു പെയിൻറ്റിങ് ഇവിടെ കാണാം. ഇവിടെയും അതേപോലുള്ള മറ്റ് പെയിൻറ്റിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെയും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെയും ഉള്ളത്. നമുക്ക് അവിടെ പോകാം. ഇവിടെ ആരാധനാപൂർണമായ ഭക്തിപൂർണ്ണമായ സ്ഥലമാണ്. ഓക്കെ വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊന്നും കൃത്യമായിട്ടില്ല. ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. യേശുവിൻ്റെ പ്രതിമ മുകളിലുണ്ട്. ഒരു പെയിൻറ്റിങ് നമ്മൾ തിരിച്ച് പോവുകയാണ്. ആവശ്യമുള്ളവർക്ക് ഇവിടെ എത്തിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഗാഗുൽത്താമല ഇവിടെയാണ്. പണ്ട് യേശുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് ഇവിടെ മല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവിടെ എടുപ്പുകൾ വന്നത്. കൂടി നമുക്ക് കാണാം. ഇവിടെയാണ് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിന് ശേഷം കിടത്തിയത്. കുറേ മണിക്കൂറുകളോളം ഇവിടെ കിടത്തിയെന്ന് പറയപ്പെടുന്നു. വളരെ വിശുദ്ധമായിട്ട് കാണുന്ന പ്രദേശമാണിത്. ക്രൈസ്തവ വിശ്വാസികൾക്ക് വളരെ വിശുദ്ധമാണ്. അവരുടെ വിശ്വാസം പ്രകാരം വളരെ വിശുദ്ധമായ സ്ഥലമാണ്. നേരെ മുകളിലാണ് യേശുവിനെ കുരിശിലേറ്റി എന്ന് പറയപ്പെടുന്ന ആ മല. ഇവിടുന്ന് കുരിശിലേറ്റി ഇവിടെ കിടത്തി. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ. ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കല്ലറയുടെ മുന്നിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭക്തിപൂർണമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലവിൽ ഉള്ളത്. അതിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ് ഇപ്പോൾ. പുരോഹിതന്മാർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കല്ലറയ്ക്ക് പിന്നിലൂടെ നടക്കുകയാണ്. നമ്മൾ നടക്കുകയാണ്. കല്ലറയുടെ പിൻഭാഗമാണ് ഇത്. യേശു ക്രിസ്തുവിനെ കബറടക്കിയ ആ കല്ലറയുടെ പിൻഭാഗത്താണ് ഇവിടെ മെഴുകുതിരി കത്തിച്ച് വെക്കാം. നമ്മൾ കല്ലറയ്ക്ക് പിന്നിലൂടെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വീഡിയോ അലോഡല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനോട് വിട പറയുകയാണ്. തിരിച്ച് പോലീസ് സപ്ലൈക്കാൻ ഇതിൽ നിന്നും തിരിച്ചു പോവുകയാണ്. വെളിയിലേക്ക് ഇറങ്ങിയാണ്. ഇവിടെ ഏതോ ഒരു വിദേശ ടീമുകൾ ഇവിടുത്തെ സന്ദർശനത്തിനായി വന്നിട്ടുണ്ട്. അവരുടെ ഗ്രൂപ്പാണിത്. ഇത് കണ്ടിട്ട് ഏതൊരു യൂറോപ്യൻ രാജ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനോട് വിട പറഞ്ഞ് പോവുകയാണ് ക്രൈസ്തവ വിശ്വാസപ്രകാരം. ഓക്കെ, ഇതാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഗാഗുൽത്താ മലയും കാൽവരി കുന്നും യേശുവിനെ കുരിശിലേറ്റിയതിന് ശേഷം കിടത്തിയ ആ പ്രദേശവും യേശുവിൻ്റെ കല്ലറയുമെല്ലാം കണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇസ്ലാമിക വിശ്വാസപ്രകാരം വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വമാ ഖതലൂഹു യഖീന. അദ്ദേഹത്തെ അവർ കുരിശിലേറ്റിയിട്ടില്ല, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സദൃശ്യമാവുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ കൊന്നത്, കുരിശിലേറ്റിയത് യേശുവിനെ ആയിരുന്നില്ല. യേശുവിനെ കുരിശിലേറ്റിയെന്ന് അവർ പറയുന്നു. പക്ഷെ അവർ ഒരിക്കലും യേശുവിനെ കുരിശിലേറ്റിയിട്ടില്ല. അള്ളാഹു വറഫല്ലാഹു ഇലൈഹി, അള്ളാഹു
അദ്ദേഹത്തെ ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ബാങ്ക് കൊടുക്കുന്നു. അവർ ശരിക്കും കുരിശിലേറ്റത് ജൂദാസിനെയായിരുന്നു. ഇതാണ് ഇസ്ലാം മതവിശ്വാസം ക്രൈസ്തവ വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് യേശുവിൻ്റെ കാര്യത്തിൽ.